ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എങ്ങനെ നമ്മളിലുള്ള ദൈവവിളിയെ തിരിച്ചറിഞ്ഞ് ദൈവത്തിനായിട്ട് പ്രയോജനപ്പെടാനായിട്ട് കഴിയും? ബൈബിളിൽ നിന്ന് ദൈവവിളി തിരിച്ചറിയാനായിട്ടുള്ള 4 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. നമ്മുടെ വിളി തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഫലപ്രദമായി ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ ദൈവവചന സന്ദേശത്തിലൂടെ അർത്ഥമാക്കുന്നത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടുന്ന അനേകരുണ്ട്. അവർ എങ്ങനെ അധികമായി കർത്താവിന് വേണ്ടി അവർക്ക് പ്രയോജനപ്പെടാനായിട്ട് കഴിയും? വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ദൈവമാക്കിയ സ്ഥാനങ്ങളിലൊക്കെ എങ്ങനെ ദൈവത്തിന് വേണ്ടി അവർക്ക് പ്രയോജനപ്പെടാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതല്ലാതെ ജോലിയോ ഉപജീവന മാർഗങ്ങളോ ഒക്കെ വിട്ടുകളഞ്ഞ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുക എന്നുള്ള യാതൊരു തരത്തിലുള്ള ഒരു ഉദ്ദേശവും ഈ വീഡിയോയുടെ പിന്നിൽ ഇല്ല. ഒരു ചെറിയ തീരുമാനങ്ങളായിരിക്കാം വലിയ ദൈവപ്രവൃത്തിയിലേക്ക് നയിക്കുന്നത്. ഇന്നുള്ള വേൾഡ് വൈഡ് പല ക്രിസ്ത്യൻ മൂവ്മെൻറ്റുകളും ചെറിയ ഒരു ആത്മഭാരത്തിലും ചെറിയ ഒരു വിളി തിരിച്ചറിഞ്ഞതിൽ നിന്ന് ആരംഭിച്ചതാണ്. ഉദാഹരണം, സൺഡേ സ്കൂൾ മൂവ്മെൻ്റ് എന്ന് പറയുന്ന മൂവ്മെൻറ്റ് തന്നെ 1780 റോബർട്ട് റൈക്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങൾ ദൈവവചനം പഠിക്കണം എന്ന് അദ്ദേഹത്തിനൊരു ആത്മഭാരമുണ്ടായി. കുഞ്ഞുങ്ങളെ ഒരുമിച്ച് വെച്ച് അദ്ദേഹം തുടങ്ങിയതാണ്. ഇന്ന് അതാണ് വേൾഡ് വൈഡ് സൺഡേ സ്കൂൾ മൂവ്മെൻ്റായിട്ട് മാറിയത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിലുള്ള ദൈവവിളിയെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ദൈവവചന അടിസ്ഥാനത്തിൽ വേണമല്ലോ. ഞാൻ ഇങ്ങനെയൊരു ദൈവവചന സന്ദേശം രൂപപ്പെടുത്താനുള്ള കാരണം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ പേരെന്നോട് വിളിച്ചു പറഞ്ഞ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നുണ്ട്. അതിന് എങ്ങനെ ദൈവവിളി തിരിച്ചറിയാനായിട്ട് പറ്റും? മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14-15 വാക്യങ്ങളാണ് നമ്മൾ ആസ്പദമായിട്ട് എടുക്കുന്നത്. ആ വചനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഒരു 4 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഈ 4 കാര്യങ്ങളിൽ ഒന്നാമത്തേത് ദൈവത്തോടു കൂടെ വസിക്കുക, കർത്താവിനോടുകൂടെ വസിക്കുക. 2, ദൈവാത്മാവിൻ്റെ സ്വരം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ദൈവശബ്ദം ശ്രദ്ധിക്കുക. 3, ആത്മഭാരം തിരിച്ചറിയുക. 4, ഏൽപ്പിച്ചതിൽ വിശ്വസ്തരായി നിൽക്കുക. ഈ 4 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14-15 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ 2 കാര്യങ്ങളാണ് നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നത്. ശിഷ്യന്മാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നു. 1, കർത്താവിനോട് കൂടെ ഇരിക്കുക. 2, കർത്താവിനായി പോവുക. ശിഷ്യന്മാരെ തനിക്ക് ബോധിച്ചവരെ വിളിച്ചു, അവർ അടുത്തു വന്നു. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വേണമെങ്കിൽ ഞാൻ ആ വാക്യം നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 3-ാമത്തെ വാക്യം, തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു, അവർ അവൻ്റെ അരികിൽ വന്നു, തന്നോടുകൂടെ ഇരിക്കുവാനും പ്രസംഗിക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അവർക്ക് അധികാരം കൊടുത്തു. 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടെ ഇരിക്കുക, പ്രസംഗിക്കുക. കൂടെ ഇരിക്കുക, ശുശ്രൂഷിക്കുക. ഈ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുക, കർത്താവിന് വേണ്ടി ഓടുക, ഇത് വളരെ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. പക്ഷേ അതിലും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. കൂടെ ഇരുന്നവന് മാത്രമേ ദൈവഹിതപ്രകാരം പ്രയോജനപ്പെടാനായിട്ട് കഴിയുകയുള്ളൂ. ഈ 2 കാര്യങ്ങൾ എപ്പോഴും മനസ്സിൻ്റെ അകത്തുണ്ടാകുക. ബോധിച്ചവരെ വിളിച്ചു, അടുക്കൽ വന്നു, കൂടെ ഇരുന്ന്. അടുക്കൽ വന്നതുകൊണ്ടും കാര്യമില്ല, കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. ദൈവം വ്യത്യസ്തമായ മേഖലകളിലാണ് ഓരോരുത്തരെ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും പറയുന്നു. പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാനോ അതിനുവേണ്ടി ഉള്ളതല്ല. ദൈവം നിങ്ങൾക്ക് തന്ന കഴിവുകൾ, അത് ഒരു ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മ നടത്താനായിട്ടായിരിക്കും, ആരോടെങ്കിലും കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാനായിരിക്കും, ദൈവസ്നേഹത്തിൽ മറ്റുള്ളവരെ പരിപാലിക്കാനായിരിക്കാം. അങ്ങനെ വ്യത്യസ്തമായി ദൈവത്തിൻ്റെ വിളി ഉള്ള ധാരാളം ആളുകളുണ്ട്. വിളിയില്ലാത്തവരായിട്ട് ആരുമില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇനി ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. 2 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. 1, ദൈവം ഒരു വ്യക്തിയെ പൊതുവായി വിളിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ഞാനത് പറഞ്ഞുതരാം. 2, ചില പ്രത്യേക സമയങ്ങളിൽ ചില പ്രത്യേക ദൗത്യത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ട്. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് തെളിയിക്കാം. ചില അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഒരുപാട് വലിച്ചു നീട്ടാതെ വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
കാരണം ഇതൊരു വളരെ ബൃഹത്തായ ഒരു ടോപ്പിക്കാണ്, എങ്ങനെ ദൈവവിളി തിരിച്ചറിയാമെന്നുള്ളത്. കാരണം വേല ദൈവത്തിൻ്റേതാണ്, താലന്തുകൾ ദൈവം നമുക്ക് തരുമ്പോൾ താലന്തുകളും ദൈവത്തിൻ്റേതാണ്. അത് ദൈവത്തിനായിട്ട് എങ്ങനെ പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, ഒന്നാമത്തേത് കൂടെ വസിക്കുക, കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങളിലുള്ള ദൈവത്തിൻ്റെ വിളിയെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ പല സമയങ്ങളിലും അതിന് നമ്മൾ ചെയ്യുന്നത് പ്രവാചകന്മാരിൽ ആശ്രയിക്കാറുണ്ട്. എന്നോട് ആരെങ്കിലും ഒരു ദൈവാലോചന പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ വിളി തിരിച്ചറിയാനായിട്ട് പറ്റുമായിരുന്നു എന്നുള്ളതാണ്. അത് ഒരു പരിധിവരെ ശരിയാണ്, എന്നാൽ അങ്ങനെ മാത്രം പോരാ. നമ്മൾ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് കൂടെ വസിക്കുക എന്നുള്ളതാണ്. ഏതൊരു ദൈവപ്രവൃത്തിയും സംഭവിക്കണമെങ്കിൽ, ആരെയെങ്കിലും ദൈവം ഉപയോഗിക്കണമെങ്കിൽ അവർ ദൈവമുമ്പിൽ വസിക്കുന്നവരാകണം, അല്ലെങ്കിൽ കർത്താവിനോടുകൂടെ വസിക്കുന്നവരാകണം, ദൈവമുമ്പിൽ ഇരിക്കുന്നവരാകണം. എങ്ങനെയാണ് ദൈവത്തോടു കൂടെ വസിക്കാനായിട്ട് പറ്റുന്നത്? പ്രാർത്ഥന, ഉപവാസം, വചനധ്യാനം, സമർപ്പണം, ഇതെല്ലാം ഒരേ സമയം ഉണ്ടാകണം. ദൈവത്തിൻ്റെ മുമ്പാകെ ഇരിക്കുന്നവനെ മാത്രമേ ദൈവത്തിന് തൻ്റെ പദ്ധതികളിലൂടെ നടത്താനായിട്ട് പറ്റുകയുള്ളൂ. നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, നമ്മളെ ദൈവം ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ദൈവം ശക്തിപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദൈവം ശക്തമായി ഉപയോഗിക്കുന്നതിന് മുമ്പ് രാത്രിയുടെ സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ തട്ടി ഉണർത്തും, കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ തരും. അതൊരു ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നിങ്ങളെ നയിക്കുകയാണ്. ഉപവാസം, നിരന്തരമായി ഉപവസിക്കാനുള്ള പ്രേരണ ഹൃദയത്തിലുണ്ടാകും. വചനം വായിക്കാനുള്ള താല്പര്യം നമ്മുടെ ഉള്ളിലുണ്ടാകും. അടുത്തത്, ദൈവവിളി തിരിച്ചറിയാനായിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് നമ്മളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. കാരണം സമർപ്പിക്കുന്നവനെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും, ആ വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്, നന്മയും പ്രസാദവുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അപ്പം മനസ്സിൻ്റെ പുതുക്കവും രൂപാന്തരവും അനിവാര്യമാണ്. സമർപ്പണം അനിവാര്യമാണ്. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ഈ യാഗമായി ഒരു വ്യക്തി തന്നെ ദൈവം മുമ്പാകെ സമർപ്പിക്കണം. ഈ സമർപ്പണം ഏറ്റവും അനിവാര്യമാണ്. വിശുദ്ധ ബൈബിളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ബൈബിളിൽ ദൈവം ഉപയോഗിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെ നോക്കുക. ഞാൻ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും 2 വ്യക്തികളെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അവരുടെ ആ സമർപ്പണം, അല്ലെങ്കിൽ ദൈവത്തോടുകൂടെ അവരുടെ വസിച്ച ആ ഒരു വാസ സമയം അതെങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന് അപ്പോസ്തലനായ പത്രോസാണ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ അനന്യാസിനോട് ദൈവം ഒരാലോചന പറഞ്ഞു. ദൈവശബ്ദം അനന്യാസിനുണ്ടാകുന്നു, നീ പൗലോസിൻ്റെ അരികിലേക്ക് പോവുക, അവൻ എൻ്റെ വേലയ്ക്ക് വിളിക്കപ്പെട്ടവനാണ്. അവിടെ പറയുന്നൊരു കാര്യം, അവൻ പ്രാർത്ഥിക്കുന്നു. 9:11 ശൗലിനെക്കുറിച്ച് പറയുന്നത് അവൻ പ്രാർത്ഥിക്കുന്നു. കണ്ടോ, ദൈവം പറയുകയാണ് അവൻ പ്രാർത്ഥിക്കുന്നു. അടുത്തത്, യെരുശലേമിൻ്റെ മതിൽ പണിക്ക് വേണ്ടി ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട മനുഷ്യൻ ഏകദേശം 3 മാസത്തോളം സമയം അദ്ദേഹം ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. ആര്? നെഹമ്യാവ്. ബൈബിളിൽ നമ്മൾ കാണുന്ന ഏത് ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട വ്യക്തികളെയും നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അവരെല്ലാം പ്രാർത്ഥനയിലും ദൈവത്തോടുള്ള ആ ഒരു കൂട്ടായ്മയിലും സഹവാസത്തിലും ആയിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വിഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ ദൈവം പകർന്നിട്ടുള്ള വിളി തിരിച്ചറിയാനായി കൂടുതൽ സമയങ്ങൾ ദൈവസന്നിധിയിൽ വേർതിരിച്ചിരിക്കുക. പ്രാർത്ഥനയിൽ, ദൈവജന ധ്യാനത്തിങ്കിൽ ഒക്കെ ദൈവം മുമ്പാകെ സമയങ്ങൾ വേർതിരിക്കാനായിട്ട് ശ്രമിക്കുക. ആ സമയങ്ങളിൽ നാം അധികം ശുദ്ധീകരണത്തിലേക്ക് പോവുക. കാരണം ശുദ്ധീകരിക്കപ്പെടുന്നവരെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. ഈ വചനധ്യാനം എന്ന് പറയുന്നത് തന്നെ നമ്മളെ കാണാനും
ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് കേൾക്കാനും നമ്മൾ ആ ശുദ്ധീകരണം ഏറ്റെടുക്കാനായിട്ടുമുള്ള സമയങ്ങളാണല്ലോ. യെശയ്യാവ് തന്നെ നമുക്ക് കാണുന്നത് 6:1 യെശയ്യാവിനൊരു ശുദ്ധീകരണം ഉണ്ടാകുമ്പോഴാണ് യെശയ്യാവിനെ പിന്നീട് ദൈവം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. കർത്താവിനോടുകൂടെ വസിക്കുന്ന സമയങ്ങൾ, അതാണ് കൂടെ ഇരിക്കുക എന്ന് പറയുന്നത്. അതന്നെയാണ് ഞാൻ മർക്കോസിൻ്റെ സുവിശേഷം 3:14-15 ഞാൻ പറഞ്ഞത്. തന്നോട് കൂടെ ഇരിക്കുക, ഈ ദിവസങ്ങളിൽ കൂടെ വസിക്കാനായിട്ട് ശ്രമിക്കുക, കൂടുതൽ സമയങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കുക, ദൈവം മുമ്പാകെ ഇരിക്കുക, കരയുക, ദൈവസന്നിധിയിൽ അവൈലബിൾ ആകുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ദൈവത്തിൻ്റെ സ്വരം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്വരം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വിവിധ മാധ്യമങ്ങളിലൂടെ ദൈവം നമ്മളോട് ഇടപെടാനായിട്ട് തുടങ്ങും. എന്തൊക്കെ മാധ്യമങ്ങളാണ്? വ്യക്തികളിലൂടെയുള്ള ദൈവികാലോചനകൾ. അത് വളരെ കൺഫ്യൂസിംഗ് ആയ ഒരു മേഖലയാണ്. കാരണം വ്യക്തികളിലൂടെയുള്ള ദൈവികാലോചന എന്ന് പറയുന്നത് നമ്മളോട് ദൈവം അരുളപ്പാടുകൾ അറിയിക്കാൻ ദൈവം തൻ്റെ ദാസന്മാരെ ഉപയോഗിക്കും. ഇത് ശരിയാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒത്തിരി പേർക്ക് ജീവിതത്തിൽ പാളിച്ചകൾ സംഭവിച്ചതും ഇങ്ങനെ തന്നെയാണ്. ഇതിനെ ഉറപ്പാക്കാനായിട്ട് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി തരാം. എങ്ങനെയാണ് ഒരാൾ നമ്മളോട് പറയുന്നത് ദൈവശബ്ദമാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്? പരസ്പരം അറിയാത്ത ഒന്നിലധികം ആളുകൾ നിങ്ങളോട് ഒരേ ദൈവാലോചന പറയുമ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ദൈവം നമ്മളോട് സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ വിവിധ മാധ്യമങ്ങളെ ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. പരസ്പരം അറിയാത്ത പലർ അവർ വന്ന് നമ്മളോട് ദൈവം നിങ്ങളെ ഈ കാര്യത്തിൽ ഉപയോഗിക്കാൻ പോകുന്നു, ദൈവത്തിന് ഇന്ന കാര്യത്തിൽ പദ്ധതിയുണ്ട്, ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് പല വ്യക്തികളിലൂടെ ഒരേ ആലോചന ദൈവം നമ്മളോട് പറയും. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഒരു യൂട്യൂബിലൂടെയുള്ള ദൈവവചന ശുശ്രൂഷ ഇത് ദൈവം പറഞ്ഞിട്ട് തന്നെ ആരംഭിച്ചതാണ്. സാധാരണ ചാനൽ തുടങ്ങുന്നത് പോലെ തുടങ്ങിയ ഒരു ചാനലല്ല. ഇതിനു മുമ്പ് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയുകയാണ്. ഇങ്ങനെ ഒരു കാര്യം തുടങ്ങാനായിട്ട് യാതൊരു പ്ലാനും മനസ്സിലില്ലായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ സോഷ്യൽ മീഡിയയ്ക്ക് എതിരെ മനസ്സിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതിരുന്നൊരു കാര്യമായിരുന്നു. കുഞ്ഞുങ്ങൾ കൊറോണ സമയത്തൊക്കെ മൊബൈലിൽ കൂടുതൽ ഉപയോഗത്തിലേക്ക് പോയപ്പോൾ പൂർണ്ണമായും മൊബൈൽ ഉപയോഗങ്ങളെല്ലാം കുടുംബമായി ഞങ്ങൾ നിർത്തിവെച്ചതാണ്. പക്ഷേ 2024 ഡിസംബറിൽ ദൈവത്തിൻ്റെ ആത്മാവ് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ എന്നോട് ഇങ്ങനെയൊരു ആശയം എൻ്റെ ഉള്ളിൽ തന്നു. പക്ഷേ അതിനോട് ചേർന്ന് പരസ്പരം അറിയാത്ത അനേക ദൈവദാസന്മാർ ഇങ്ങനെ ഒരു ശുശ്രൂഷയെക്കുറിച്ച് എന്നോട് ദൈവാലോചന പറഞ്ഞു. പരസ്പരം അറിയാത്തവർ ഒരേ കാര്യം ഈ ഒരു ശുശ്രൂഷയെക്കുറിച്ച് ദൈവാലോചന പറഞ്ഞു. കണ്ടോ? അപ്പം നമ്മളത് മനസ്സിലാക്കുക. അപ്പം ദൈവം നമ്മളോട് സംസാരിക്കാനായിട്ട് വ്യത്യസ്തങ്ങളായ മാധ്യമങ്ങളെ ദൈവം ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. വ്യക്തികളിലൂടെയുള്ള ദൈവികാലോചനകൾ, സ്വപ്നങ്ങൾ, ദർശനങ്ങൾ. ത്രോവാസിൽ വെച്ച് മക്കദോന്യയിലേക്കുള്ള വിളിക്ക് വേണ്ടി ഒരു ദർശനത്തിലാണ് പൗലോസിന് അരുളപ്പാട് കിട്ടിയത്. ചിലപ്പോൾ ഒരു ദർശനമാകാം, സ്വപ്നമാകാം. ദൈവം നിങ്ങളെ കാണിക്കുന്ന സ്വപ്നങ്ങൾ, ദൈവം നിങ്ങളെ കാണിക്കുന്ന ദർശനങ്ങൾ വലിയ ദൈവ പദ്ധതിയിലേക്കുള്ള കാൽച്ചുവടുകൾ ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവാത്മാവിൻ്റെ സ്വരത്തെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് എടുത്തു പറയാനായിട്ടുള്ള ഒരു വാക്യം അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ്. ആ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമാണ്, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? ഏത് ദൈവശബ്ദത്തിൻ്റെ മുമ്പിലും എപ്പോഴും നമ്മൾ ദൈവം മുമ്പിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പാ ഞാൻ എന്താണ് അങ്ങേക്കായിട്ട് ചെയ്യേണ്ടത്? ആർ എനിക്ക് വേണ്ടി പോകുമെന്നുള്ളൊരു ദൈവശബ്ദം കേട്ടപ്പോൾ പോലും ഞാൻ നിനക്ക് വേണ്ടി പോകാം എന്ന് യെശയ്യാവ് പറഞ്ഞതുപോലെ, സ്നേഹിതരെ, എപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ എന്ത് ചെയ്യണം കർത്താവേ? ഞാൻ എന്തായിത്തീരണമെന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളെ ദൈവം മാനിക്കുകയും ദൈവം ഓർക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഈ തിരുവചന സന്ദേശം ചിലരുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാനോ ജോലി വിട്ടുകളയാനോ ഒന്നുമല്ല. ജീവിക്കാൻ നമുക്ക് ഉപജീവന മാർഗങ്ങൾ വേണം, ജോലി ചെയ്യണം, നന്നായി ജീവിക്കണം. പക്ഷേ നമ്മൾ വെറുതെ 70-80 വയസ്സ് വരെ ഈ ഭൂമി നമ്മൾ ജീവിച്ചിട്ട് കുറച്ച് തിന്നും കുടിച്ചും
വീട് പണിത് അതിൽ കിടന്നും പോകാൻ വേണ്ടി മാത്രമാണോ? അല്ല, ദൈവത്തിന് പ്രയോജനപ്പെടണം. ഓരോ വ്യക്തികൾക്കും ഒരു ഉദ്ദേശം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും അവന് ദൈവരാജ്യത്തിൽ ഒരു ഉദ്ദേശമുണ്ട്. അതെന്ത്? പിന്നെ സുവിശേഷ വേല എന്ന് പറയുന്നത് അതെല്ലാവരും ചെയ്യേണ്ടതാണ്. പൂർണ്ണമായിട്ട് ചെയ്യണം എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് അപ്പോസ്തോലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ, ഇങ്ങനെ 5 ഫോൾഡ് മിനിസ്ട്രി ആണല്ലോ ഉപദേഷ്ടാക്കന്മാർ. 5 ഫോൾഡ് മിനിസ്ട്രി പുതിയ നിയമസഭയ്ക്ക് ദൈവം തന്നിരിക്കുമ്പോൾ ഈ 5 ഫോൾഡ് മിനിസ്ട്രിക്ക് വേണ്ടി വിളിക്കപ്പെട്ട ഓരോരുത്തരുണ്ട്. എന്നാൽ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സുവിശേഷ വേലയാണ്. അതായത് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക, നമ്മൾ അറിഞ്ഞ ആ ഒരു സത്യം മറ്റുള്ളവരോട് പറയുക, ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ അനേകരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തേത്, ദൈവ ശബ്ദത്തിന് നമ്മൾ ശ്രദ്ധിക്കുക, ദൈവശബ്ദത്തെ മാനിക്കുക, ദൈവശബ്ദത്തിനായി കാത്തിരിക്കുക, അതിന് വില കൊടുക്കുക. നമ്മുടെ കണ്ണുകളും കാതുകളും നമ്മുടെ ഹൃദയവുമെല്ലാം അതിനുവേണ്ടി തുറന്നു വെക്കുക. എന്താണ് ദൈവത്തിന് എന്നോട് പറയാനായിട്ടുള്ളത് അത് കേൾക്കാനായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുക. കൃത്യമായ പാതകളിൽ ദൈവം നമ്മളെ നയിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒന്നാമത്തെ ഭാഗം ശരിയാണ്, രണ്ടാമത്തെ ഭാഗം ശരിയാകുക. ഏത്? കൂടെ വസിക്കാൻ തയ്യാറായാൽ, അതാ പറയുന്നത്, എന്നിൽ വസിച്ചാൽ നിങ്ങൾ ധാരാളം ഫലം കായ്ക്കും എന്നുള്ള ഭാഗങ്ങൾ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. മൂന്നാമത്തേത്, ഇതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, നിങ്ങളിലുള്ള ആത്മഭാരത്തെ തിരിച്ചറിയുക. ഞാൻ ഈ മൂന്നാമത്തെ പോയിന്റുമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് നൽകി തന്ന കുറച്ച് ചിന്തകൾ ഞാൻ നിങ്ങളോട് ഇതിനോട് ചേർത്ത് തന്നെ പറയാം. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് നമ്മുടെ ആത്മഭാരത്തെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്? ഞാൻ ഈ ഒരു ആത്മഭാരത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ പദ്ധതി, അതവൻ ജനിക്കുന്നതിന് മുന്നേ തന്നെ അവനിലുള്ളതാണ്. അതായത് ഒരു ജനിച്ചു കഴിഞ്ഞും ഒരു കുഞ്ഞായി വരുമ്പോൾ ആ വളർച്ചയുടെ ഘട്ടങ്ങളിൽ അവൻ്റെ വ്യക്തിത്വം രൂപപ്പെടുമ്പോൾ, അവൻ ദൈവസന്നിധിയിൽ അവൻ വളർന്നു വരുമ്പോൾ അവൻ്റെ ഉള്ളിൽ അവനെക്കുറിച്ചുള്ളൊരു വിളി ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച ദൈവം. അപ്പോൾ ജനനത്തിന് മുമ്പേ വേർതിരിച്ചതാണ്. കണ്ടത് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ചാണ്. ജനനത്തിന് മുമ്പേ വേർതിരിച്ചതാണ്. യിരെമ്യാവിനോട് പറഞ്ഞു, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു, പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു. അപ്പം ഓരോരുത്തരിലും, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ വിളി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ 5ാം ക്ലാസ്സിലാണ് രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിയുന്നത്. പക്ഷെ ഞാൻ ദൈവസന്നിധിയിൽ വന്നപ്പോൾ മുതൽ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക കാര്യം ഞാൻ പറഞ്ഞാൽ, 10ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് ഒരു 5-6 തവണ ബൈബിൾ ഫുള്ളി ഞാൻ വായിച്ചു കഴിഞ്ഞു. എനിക്കിപ്പോഴും എപ്പോഴും ദൈവവചനത്തെ ആഴത്തിൽ ധ്യാനിക്കാനുള്ള ഭയങ്കര ഒരു ആത്മഭാരം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അനേകായിരങ്ങളോട് കർത്താവിനെക്കുറിച്ച് ദിവസവും പ്രസംഗിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവവചനം പ്രസംഗിക്കാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. അത് തന്നെയാണ് എൻ്റെ ശുശ്രൂഷ എന്ന് ഞാൻ മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസിൻ്റെ ചില വാക്കുകൾ, ഗലാത്യ ലേഖനം 2:5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ജാതികളുടെ ഇടയിലെ ശുശ്രൂഷയ്ക്ക് ദൈവം തന്നെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്നുവെന്നും, പരിച്ഛേദനക്കാരുടെ ഇടയിലെ ശുശ്രൂഷയ്ക്ക് പത്രോസിനെയും യാക്കോബിനെയും കൂടെയുള്ളവരെയും വിളിച്ചിരിക്കുന്നുവെന്ന് വ്യക്തമായ അറിവ് അവർക്കുണ്ടായിരുന്നു. നമുക്കൊരു വ്യക്തത വേണം ജീവിതത്തിൽ. ദൈവം നമ്മളെ എന്തിനാണ് വിളിച്ചത്? എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. ചിലരെ ദൈവം പ്രവാചകന്മാരായിട്ടാണ് വിളിച്ചത്, ചിലരെ ദൈവം ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിട്ടാണ് വിളിച്ചത്, ചിലരെ ദൈവം മറ്റുള്ളവരെ സഹായിക്കുന്നതിനായിട്ടാണ് വിളിച്ചത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതനായ ഒരു പ്രിയ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, നാട്ടിലായിരുന്നപ്പോൾ തനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് പ്രായമുള്ളവരെ ശുശ്രൂഷിക്കുക, അവരോട് ദൈവസ്നേഹം പങ്കുവെക്കുക, അവരെ ആശുപത്രി കൊണ്ടുപോവുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക കാര്യങ്ങൾ അദ്ദേഹം ഭയങ്കര താല്പര്യനായിരുന്നു. അദ്ദേഹം ഇവിടുന്ന് മറ്റൊരു വിദേശ രാജ്യത്ത് പോയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ദൈവം തുറന്ന വഴി അങ്ങനെയുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള ഒരു വഴിയായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ കോളിങ് വ്യത്യാസമാണ്. നിങ്ങളുടെ കോളിങ്ങുകൾ കൃത്യമായി നമ്മൾ തിരിച്ചറിഞ്ഞാൽ അങ്ങനെയുള്ള വഴികളിലേക്ക് ദൈവം നമ്മളെ നടത്തുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും.
ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ മനസ്സിലാക്കുക. ചിലർക്ക് പാട്ടുകൾ പാടാനായിരിക്കാം, പാട്ടുകൾ എഴുതാനായിരിക്കാം, ചിലർക്ക് ചെറിയ എഴുത്തുകൾ എഴുതാനായിരിക്കാം, ബുക്കുകൾ എഴുതാനായിരിക്കാം, മറ്റുള്ളവരോട് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയാനായിരിക്കാം. ഓരോ നിലവാരത്തിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആ കോളിംഗ് കൃത്യമായിട്ട് തിരിച്ചറിയുക. ഈ വിളി തിരിച്ചറിഞ്ഞില്ലുള്ള പ്രശ്നം, ഈ ആത്മഭാരം തിരിച്ചറിഞ്ഞില്ലുള്ള പ്രശ്നം, എവിടെങ്കിലുമൊക്കെ പോയി കിടന്ന് നമ്മൾ ഒന്നിനും പ്രയോജനമില്ലാത്തവരായിട്ട് മാറും. പക്ഷെ നമ്മൾ ആ ഒരു ആത്മഭാരം തിരിച്ചറിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഗൈഡൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കൃത്യമായൊരു ദൈവശബ്ദം അതിൻ്റെ അകത്ത് വരികയും നമ്മൾ പോകുന്ന വഴികളിൽ നമുക്കതിൻ്റെ ഉറപ്പ് നമുക്കത് ലഭിക്കുകയും ചെയ്യും. ഞാൻ ഈ വീഡിയോയെക്കുറിച്ച് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പറയുന്നില്ല, എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. 2ാമത്തെ ദിവസം, ഈ ചാനൽ തുടങ്ങിയ 2ാമത്തെ ദിവസം ഈ വീഡിയോ നിർത്താൻ തീരുമാനിച്ച ഒരാളാണ് ഞാൻ. നിർത്താൻ തീരുമാനിച്ചതാണ്. കാരണം എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല. എനിക്കിങ്ങനെ ഈ ടെക്നിക്കലി ഇങ്ങനെയുള്ള സ്കില്ലുകളൊന്നും ഉള്ള ഒരാളല്ല. ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഈ കമ്പ്യൂട്ടർ എഡിറ്റിംഗ് ഇതിൻ്റെ അകത്തൊക്കെ വളരെ പിന്നിലുള്ള ഒരാളാണ്. പണ്ട് തൊട്ടേ എനിക്ക് അതിനോടൊട്ട് വലിയ താല്പര്യമില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞാൽ ഈ ടെക്നിക്കലി വളരെ പുവറാണ് ഞാൻ. പക്ഷെ ദൈവം ബലഹീനന്മാരെ ബലമുള്ളതിന് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവം തൻ്റെ നാമത്തിന് വേണ്ടി ഒക്കെ ദൈവം ഉപയോഗിക്കുന്ന പ്രത്യേകമായ മേഖലകൾ അങ്ങനെ ഇതിലേക്ക് വന്നു. 2ാമത്തെ ദിവസമാണ് എന്നെ ഒരു ബ്രദർ എറണാകുളത്ത് നിന്ന് 2ാമത്തെ 3ാമത്തെ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ഞാൻ സൂയിസൈഡ് ചെയ്യാനിരുന്നതാണ്, നിങ്ങളുടെ മെസ്സേജ് കേട്ടു. 2ാമത്തെ ദിവസമാണെന്ന് ശ്രദ്ധിക്കണം. മെസ്സേജ് കേട്ടു, ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചു. നിങ്ങളെ രക്ഷിച്ച ദൈവം എന്നെയും രക്ഷിക്കും. അതെനിക്ക് ഭയങ്കര പ്രചോദനമായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ എന്ന് ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുവോ അന്നെല്ലാം ആരെങ്കിലുമൊക്കെ നമ്മളെ വിളിച്ചിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ദൈവത്തിൻ്റെ ഹിതം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ കാര്യം, ഏൽപ്പിച്ചതിൽ വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ്. ഇതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വലിയ ദൗത്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ദൈവമാക്കിയ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിട്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ ചെറിയ കാര്യങ്ങൾ നമ്മളതിനെ വിട്ടുകളയും. അല്പത്തിൽ വിശ്വസ്തനായവനെയാണ് അധികത്തിന് വിചാരകൻ ദൈവമാക്കുന്നത്. ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ ചെറിയൊരു കാര്യമായിരിക്കാം, ചിലപ്പോൾ 4 or 5 പേര് കൂടുന്ന ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ നയിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുകയായിരിക്കാം. അവിടെ വിശ്വസ്തരായിട്ടിരിക്കുക, അവിടെ ദൈവവചനം ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ഭാവനയിൽ കാണുക. ദൈവം എന്നിലൂടെ വലുത് ചെയ്യുമെന്ന് വിശ്വസിക്കുക. വലുതിലേക്ക് ദൈവം എന്നെ നടത്താനായിട്ട് പോകുന്നുവെന്ന് വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് അത് ദൈവം മുമ്പാകെ നിങ്ങൾ സ്വപ്നം കാണുക. നിങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ദൈവത്തോട് പറയുക, തുറന്നു പറയുക. തുറന്നു പറയുമ്പോൾ എന്തായാലും ഈ ലോകത്തിൽ ഒരു പ്രൊമോഷൻ, ഈ നന്നായി സർവീസിലിരിക്കുന്നവർക്ക് ഒരു പ്രൊമോഷനുണ്ട്, ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് കർത്താവിനെ പ്രസംഗിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞങ്ങളൊക്കെ 0-ൽ നിന്ന് ഉയർന്നു വന്നവരാണ്, ഒന്ന് 0-ൽ നിന്ന്. പക്ഷേ നമ്മൾ ദൈവസന്നിധിയിൽ ദൈവമാക്കിയ സ്ഥലത്ത് വിശ്വസ്തയോടെ പരമാർത്ഥതയോടെ ദൈവം മുമ്പിൽ നിന്നപ്പം ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കി ചില ഘട്ടങ്ങളിൽ ദൈവം തരുന്ന ചില പ്രൊമോഷനുകളുണ്ട്. നമ്മുടെ കംപ്ലീറ്റ്ലി നമ്മളെ ദൈവം ചേഞ്ച് ചെയ്യും. ദൈവം ചില വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറങ്ങും, ശുശ്രൂഷയുടെ വാതിലുകൾ. നമ്മുടെ ശുശ്രൂഷയിലെ വ്യത്യാസം കാണാനായിട്ട് തുടങ്ങും. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ദൈവം നമ്മളെ പുതിയ തലങ്ങളിലേക്ക് ദൈവം നമ്മളെ നടത്തുകയാണ്. ചെറുതിൽ വിശ്വസ്തരായിരിക്കുക, ആരും അറിയുന്നില്ലായിരിക്കുക, പക്ഷെ അവിടെ വിശ്വസ്തനായിരിക്കുക. അപ്പൻ്റെ ആടുകളെയും കൊണ്ട് പോകുമ്പോൾ അവിടെയും ദാവീദ് വിശ്വസ്തനായിരുന്നു. കരടിയും സിംഹവുമൊക്കെ അതിന് നേരെ വന്നപ്പോഴും അതിനെ ഈ ഹിംസ്ര ജന്തുക്കളുടെ വായിലേക്ക് വിട്ടുകൊടുക്കാതെ തൻ്റെ ജീവനെ പോലും പണയം വെച്ച് ആരും അറിഞ്ഞില്ല. വേണേ പോയി അപ്പനോട് പറഞ്ഞാൽ മതിയായിരുന്നു, 2 ആടിനെയും കൊണ്ട് കരടിയും സിംഹവും പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അന്നേരം അപ്പനും സ്നേഹമുള്ള അപ്പന്മാരാണെങ്കിൽ പറഞ്ഞതിനായിരുന്നു, പോട്ട്, നിനക്ക് കുഴപ്പമൊന്നും വന്നില്ലല്ലോ എന്നുള്ളത്. അങ്ങനല്ല, അവിടെയും അതിനെ പിടിച്ചെടുക്കാനായിട്ട് നിന്നപ്പോൾ ദൈവം ചെയ്തത് എന്താണെന്നറിയാമോ? ഇസ്രായേലിന് എതിരെ നിന്ന ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരുവനെ വീഴ്ത്താനായിട്ടുള്ള പ്രത്യേക അഭിഷേകവും ദൈവകൃപയും ദൈവം കൊടുത്തു. അവിടെ നിന്ന് ഘട്ടം ഘട്ടമായി ദൈവം ഉയർത്തി, ഇസ്രായേലിൻ്റെ രാജാവെന്നുള്ള നിലയിലേക്ക് ഉയർത്തി.
ഒരു ജനസമൂഹത്തിൻ്റെ നേതൃത്വ സ്ഥാനത്തേക്ക് ദൈവം തന്നെ ആക്കി തീർത്തു. അപ്പോൾ അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ വിചാരകനാക്കും. അപ്പോൾ ദൈവവിളി തിരിച്ചറിയാനായിട്ടുള്ള 4 മാർഗങ്ങൾ ഒരിക്കൽ കൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. 1, ദൈവത്തോടു കൂടെ വസിക്കുക, കൂടെ ഇരിക്കുക, കർത്താവിനായിട്ട് പ്രവർത്തിക്കുക. 2 കാര്യങ്ങളാണ്. പ്രവർത്തിക്കുന്നതിന് മുമ്പ് കൂടെ ഇരിക്കുക. 2-മത്തേത് ദൈവശബ്ദം ശ്രദ്ധിക്കുക. 3-മത്തേത് ആത്മഭാരത്തെ തിരിച്ചറിയുക. 4, അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുക. ആരും അറിഞ്ഞില്ലെന്ന് വരും, പക്ഷേ ദൈവം നമ്മളെ അറിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ യോശുവയെക്കുറിച്ച് പറഞ്ഞതുപോലെ കൂടാരം വിട്ടു മാറാതെ ഇരുന്നവനെയാണ് ഇസ്രായേലിൻ്റെ അടുത്ത മോശയ്ക്ക് ശേഷമുള്ളൊരു നേതൃത്വ സ്ഥാനത്തേക്ക് ദൈവം ഉയർത്തിയത്. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങളെ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ തിരുവചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങളൊക്കെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനും കർത്താവിൻ്റെ സാക്ഷികളായി തീരാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ ഏൽപ്പിച്ച സ്ഥലങ്ങളിൽ വിശ്വസ്തരാകുവാൻ ദൈവമേ പൂർണ്ണമായും എത്രത്തോളം ഫലപ്രദമായി ഞങ്ങൾ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നു, അത്രത്തോളം ഫലപ്രദമായി ഞങ്ങൾ ഉപയോഗിക്കപ്പെടേണ്ടുന്ന മേഖലകളിൽ ദൈവം ഞങ്ങളെ ഉപയോഗിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവവചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. നിങ്ങളെല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ. കർത്താവിനായിട്ട് പ്രയോജനപ്പെടാം. God bless you.